നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇന്നിപ്പോൾ 2 ദിവസത്തെ നേതൃ ക്യാമ്പിന് സുൽത്താൻ ബത്തേരിയിൽ തുടക്കമാവുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾ എന്നുള്ളതാണ് ഈ നേതൃ ക്യാമ്പിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാവുക. നമുക്കൊപ്പം കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ചേരുന്നു. ലക്ഷ്യ എന്നാണ് പേര്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണോ ഈ ഒരു നേതൃ ക്യാമ്പ്? 100% വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം. ഈ മുന്നൊരുക്കങ്ങൾ സത്യത്തിൽ നേരത്തെ തുടങ്ങിയതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള. പക്ഷേ ഇടയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനൊരു ബ്രേക്ക് ഇട്ടു. ഇനി അത് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നു. പഴുതുകൾ അടച്ചിട്ടുള്ള സംഘടനാ സംവിധാനവും കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തന കാര്യങ്ങളും ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനമൊക്കെ ഇന്നിവിടെ ചർച്ച ചെയ്യും. അതിനെ സംബന്ധിച്ചുള്ള നല്ല പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുവന്ന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം നേടാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്? ഉറപ്പല്ലേ, അതൊരു ആത്മവിശ്വാസം. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ ബൈ ഇലക്ഷൻസിലുണ്ടായിട്ടുള്ള വലിയ വിജയം, അതൊക്കെ വലിയ ഭൂരിപക്ഷത്തിലല്ലേ. ലോക്സഭാ ഇലക്ഷനിൽ വലിയ മാർജിനിൽ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇതൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട്. മിഷൻ 25 എത്ര ഫലപ്രദമായിട്ട് നടന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും ഭവന സന്ദർശനമടക്കം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും മുൻകൂട്ടി ചെയ്യാൻ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കഴിഞ്ഞു. അതേപോലെയുള്ള ഒരു പ്ലാൻ തന്നെയായിരിക്കും ലക്ഷ്യ 26 ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്കൊക്കെ കടക്കുമ്പോൾ തർക്കങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ സാമുദായിക കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തർക്കങ്ങളുണ്ടാവും. ആ തർക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം എന്നുള്ളതാണോ ഈ നേരത്തെ തന്നെയുള്ള ഈ നേതൃ ക്യാമ്പിൻ്റെയൊക്കെ ലക്ഷ്യം? അസാമാന്യമായിട്ടുള്ള ഏകോപനം കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തർക്കങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. വിജയസാധ്യതയുള്ള ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ കൂട്ടായ തീരുമാനമെടുക്കും. അത് വളരെ നേരത്തെ ആക്കണം എന്നുള്ളത് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ്. ഇക്കുറി വനിതകൾക്കും യുവാക്കൾക്കും ഒക്കെ വലിയ പ്രാതിനിധ്യം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രതീക്ഷയുണ്ടോ? കൂടുതലൊരു ഉറപ്പായിട്ടും വനിതകൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഒരുപാട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത്. മറ്റൊരു വിഷയം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഇതിലൊരു ചർച്ചയാവുമോ? സീറ്റ് നൽകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അതൊക്കെ ഒരു ചർച്ചയാവാനുള്ളൊരു സാധ്യത? ഞാൻ കൃത്യമായിട്ട് പറയാം. ഇവിടെ മിഷൻ 26 ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ 2 മാസം അല്ലെങ്കിൽ 3 മാസമാണ് മാക്സിമം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിന് അനുഗുണമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. മറ്റു കാര്യങ്ങളിൽ ഒന്നും ഞാൻ ഈ അവസരത്തിൽ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും വലിയ വിജയപ്രതീക്ഷയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കുന്ന കാര്യം. റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.